June 19. What is the specialty of this day? Hi, I'm Rabia Jaffer. I'm a homemaker. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ടോപ്പിക് റീഡിംഗ് ആണ്. ആൻഡ് ജൂൺ 19, യു ഓൾ നോ, ഇറ്റ്സ് ദ നാഷണൽ റീഡിംഗ് ഡേ. ഇനി ബെനിഫിറ്റ്സ് ഓഫ് റീഡിങ്ങിൽ പോവാം. റീഡിങ് ഇൻക്രീസസ് അവർ നോളജ്, യു ഓൾ നോ. അത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ഫാക്റ്റാണ്. റീഡിങ് ഇൻക്രീസസ് അവർ നോളജ്. നമ്മുടെ അറിവിനെ ഏറ്റവും കൂടുതൽ കൂട്ടുന്ന ഒരു ഏറ്റവും നല്ല ഹാബിറ്റ് ആണ് റീഡിങ്. അടുത്തത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ. നമ്മൾ ഇംഗ്ലീഷ് ആവട്ടെ, മലയാളം ആവട്ടെ, ഇതൊക്കെ വായനയിലൂടെ മാത്രമേ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. സ്കിൽസ്, ഒരാളെ സംസാരിക്കാനുള്ള സ്കില്ല് നമ്മൾ കൂട്ടുന്നത് അത് റീഡിങ്ങിലൂടെയാണ്. പിന്നെ റൈറ്റിംഗ് സ്കിൽസ് ആണെങ്കിലും അത് റീഡിങ്ങിലൂടെയാണ്. 5 hours ഓഫ് റീഡിംഗ് എന്ന് നമുക്ക് പറയാം. റീഡ്, റിസൈറ്റ് റൈറ്റ് എന്ന് പറയുന്നത് W അവിടെ സൈലൻ്റ് ആണ് കേട്ടോ, അങ്ങനെയാണ് തേർഡ് റൈറ്റ് ആയത്. ഫോർത്ത്, റിഫ്ലക്റ്റ് ഓൺ യുവർ സെൽഫ് ആൻഡ് റിവ്യൂ. അതാണ് 5 hours ഓഫ് റീഡിങ്. ഇനി റീഡിങ് ഓൾസോ ഇംപ്രൂവ്സ് ദ ബ്രെയിൻസ് കണക്ടിവിറ്റി ബിറ്റ്വീൻ ദ ന്യൂറോൺസ്. നമ്മൾ റീഡിങ് ചെയ്യുമ്പോൾ ബ്രെയിനിൻ്റെ കണക്ടിവിറ്റി ഇൻക്രീസ് ആവും. കാരണം ഓരോ ലൈൻ നമ്മൾ ഫോക്കസ് ചെയ്യണമല്ലോ അല്ലേ. ഡിജിറ്റൽ ഡിവൈസ് പോലെ സ്ക്രോൾ ചെയ്ത് വിടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് റീഡിങ് ഇംപ്രൂവ്സ് അവർ ബ്രെയിൻസ് കണക്ടിവിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് പറയാം. ഇറ്റ് ഓൾസോ റെഡ്യൂസസ് സ്ട്രെസ്. നമ്മൾ സ്ട്രെസ് നന്നായിട്ട് റെഡ്യൂസ് ചെയ്യും. ഏജ് റിലേറ്റഡ് ഇഷ്യൂസ് അതും നന്നായിട്ട് കുറക്കും. ഡിമെൻഷ്യ, അൽഷിമേഴ്സ്, ഒരുപാട് അസുഖങ്ങളുണ്ട്. ആ അസുഖങ്ങളൊക്കെ നീക്കിക്കളയാൻ റീഡിങ്ങിന് പറ്റും. എങ്ങനെ? നമ്മളെ മെമ്മറി പവറൊക്കെ ലോസ് ആവുന്ന സമയത്ത് നമുക്ക് ഈ ബുക്സ് വായിക്കുമ്പോൾ ഒരുപാട് ക്യാരക്ടേഴ്സ്, നമ്മൾ വായിച്ച ക്യാരക്ടേഴ്സ് ഉണ്ട്, വായിക്കാത്ത ക്യാരക്ടേഴ്സ്, ഇതിലൂടെയൊക്കെ നമ്മൾ പോകുമ്പോൾ നമുക്ക് റിലേറ്റ് ചെയ്യുന്ന ക്യാരക്ടേഴ്സിലൊക്കെ നമ്മൾക്ക് അത് റീഡിങ്ങിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതിലൂടെ പോകുമ്പോൾ നമുക്കൊരു ഓർമ്മയാവും, ഒരു കൂട്ടാവും. അങ്ങനെ ഡിപ്രഷൻ എന്നൊക്കെ പറയുന്ന അസുഖങ്ങളില്ല, അതിൽ നിന്നൊക്കെ നമുക്ക് മാറ്റും. ഏർണസ്റ്റ് ഹെമിംഗ്വേയുടെ ഒരു ഫേമസ് കോട്ടുണ്ട്, ദർ ഈസ് നോ ഫ്രണ്ട് ആസ് ലോയൽ ആസ് എ ബുക്ക്. അപ്പോൾ ഒരു ബുക്കിൻ്റെ അത്ര വിശ്വാസ്യതയുള്ള ഒരു കൂട്ടുകാരനും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഡിപ്രഷൻ എന്ന് പറയുന്ന ഇഷ്യൂസൊക്കെ നേരിട്ടവർക്ക് ഏറ്റവും നല്ല കൂട്ടൊരു ബുക്കാണ്. ആരും ഇല്ലാന്ന് തോന്നുന്നവർക്ക് ഒരു കൂട്ടുണ്ടാകുന്നത് ഏറ്റവും വലിയ ആശ്വാസമാണ്. നെക്സ്റ്റ്, ഇറ്റ് ഇൻക്രീസസ് അവർ എബിലിറ്റി ടു എംപത്തി എന്ന് പറയുന്ന ആ ഒരു ഇമോഷൻ ക്രിയേറ്റ് ചെയ്യാനും റീഡിങ്ങാണ് പറ്റുന്നത്. സോ ബി എ ഗുഡ് റീഡർ. ടുഡേ എ റീഡർ, യു വിൽ ബി ടുമോറോ എ ലീഡർ. സോ try your reading habit. It also increases our deep sleep. നമുക്കൊരു ഡീപ്പ് സ്ലീപ്പ് കിട്ടാനും റീഡിങ് നല്ലതാണ്. സോ be a good reader and sleep peacefully.